ഹായ്, വെൽക്കം ബാക്ക് ടു രഞ്ജൂസ് കഫേ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചപ്പാത്തീൻ്റെ സൈഡ് ഡിഷാണ് പനീറിനെ കൊണ്ടുള്ള പനീർ ബുർജി. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. അപ്പോൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ പനീർ 250 ഗ്രാം എടുത്തിട്ടുണ്ട്. അത് ചെറു ചൂട് വെള്ളത്തിൽ കുതിർത്തി വെച്ചതാണ് ഒരു അരമണിക്കൂർ. പിന്നെ ഒരു വെല്ലുള്ളി, ഒരു തക്കാളി, പിന്നെ കുറച്ച് മല്ലിച്ചപ്പ്, പിന്നെ ഒരു പച്ചമുളക്, പിന്നെ 3 അല്ലി വെളുത്തുള്ളി. ഇത്രയും സാധനം റെഡിയാക്കി വെക്കുക. എന്നിട്ടൊരു പാൻ ചൂടാക്കുക. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാൻ പാടില്ല, വേറെ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്താൽ മതി. എണ്ണ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ ജീരകം അതിലേക്ക് ഇടുക. ജീരകം പൊട്ടി കഴിഞ്ഞാൽ കരിഞ്ഞു പോകരുത്, മീഡിയം ഫ്ലെയിമിൽ തന്നെ വയ്ക്കണം. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. അതൊന്ന് മൂത്ത് കഴിഞ്ഞാൽ, നല്ല മണം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഗാർലിക് ഇടും. ഗാർലിക് ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് പച്ചമുളക് ഇടും. അത് കഴിഞ്ഞ് നമ്മുടെ ഉള്ളി ഇടും. ഉള്ളി ഒന്ന് സോഫ്റ്റ് ആവുന്നവരെ സോട്ട് ചെയ്യുക. അധികം ബ്രൗൺ ആവണ്ട, ഒന്ന് ലൈറ്റ് ബ്രൗൺ ആവുന്നവരെ സോട്ട് ചെയ്യുക. തീരെ ഇതാവണ്ട. ഇനി നമ്മൾ പനീർ ഒരു ചോപ്പറിലേക്ക് ഇടും. അത് എന്നിട്ട് എന്താ പറയുക, പൊടി പൊടിയായിട്ട് ചോപ്പ് ചെയ്തിട്ടെടുക്കും. അതിൽ ഇട്ടിട്ട് നമുക്ക് വേണേൽ കൈ കൊണ്ട് അത് ക്രംബിൾ ചെയ്യാൻ പറ്റും. കൈ കൊണ്ടല്ലേ ഫോർക്ക് കൊണ്ട് ഒന്ന് ക്രംബിൾ ചെയ്തിട്ടെടുക്കുക. അധികം പൊടിയാവരുത്, ഒന്ന് കൈ കൊണ്ട് ഇതാക്കിയിട്ട്. അത് കണ്ടില്ലേ, അധികം പൊടിയാവരുത്. ഓക്കെ, ഇനി നമ്മൾ പൊടികൾ ചേർക്കും. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ, പിന്നെ മല്ലിപ്പൊടി 1 ടീസ്പൂൺ. ഇത്ര ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിക്കുക, പച്ചമണം മാറുന്നവരെ. അപ്പോൾ അത് മൂത്ത് കഴിഞ്ഞിട്ട് നമ്മൾ തക്കാളി ചേർക്കും. തക്കാളി അരിഞ്ഞത് ചേർത്തിട്ട് നന്നായിട്ട് അതും സോട്ട് ചെയ്യുക. ഒന്ന് സോഫ്റ്റ് ആയാൽ മതി, അങ്ങനെ തീരെ അടിയണമെന്നില്ല. അപ്പം എന്നിട്ട് ഉപ്പ് ചേർക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പനീർ അതിലേക്ക് ചേർക്കുക. എന്നിട്ട് മസാലയായിട്ട് നന്നായിട്ട് യോജിപ്പിക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അത് കുക്ക് ചെയ്യുക. ഈ പനീർ അതിൽ ഒരു വാട്ടറി ടെക്സ്ചർ ആയിരിക്കും. അതൊന്ന് ഡ്രൈ ആവുന്നവരെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് സോട്ട് ചെയ്തെടുക്കുക. വെള്ളം തീരെ ആഡ് ചെയ്യേണ്ട, പനീറിൽ തന്നെ വെള്ളം ഉണ്ടാവും. അപ്പോൾ ഒന്ന് ഡ്രൈ ആയി വന്നു കഴിഞ്ഞാൽ നമ്മുടെ വറുത്ത ജീരകത്തിൻ്റെ പൊടി 1 ടീസ്പൂൺ ചേർക്കുക. എന്നിട്ട് വീണ്ടും സോട്ട് ചെയ്യുക, അത് ഡ്രൈ ആവുന്നവരെ. എന്നിട്ട് വീണ്ടും പിന്നെ മല്ലിച്ചപ്പ് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് സോട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ പനീർ ബുർജി റെഡിയായി. നമുക്ക് ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്യാം. നല്ലൊരു പ്രോട്ടീൻ സോഴ്സാണ്. ചപ്പാത്തീൻ്റെ കൂടെ ഉള്ളൊരു നല്ലൊരു സൈഡ് ഡിഷാണ്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും നല്ലൊരു ഭക്ഷണമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല റെസിപ്പിയാണ്. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. വീണ്ടും നല്ല റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു അഗെയിൻ.